നമസ്കാരം. ആന്ധ്രാപ്രദേശ് PCC അധ്യക്ഷ YS ശർമിള കർണാടക PCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറുമായി കൂടിക്കാഴ്ച നടത്തി. ബംഗളൂരുവിലെ DK ശിവകുമാറിന്റെ വസതിയിലായിരുന്നു YS ശർമിളയും DK ശിവകുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ച. വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ പാർട്ടി സ്വീകരിക്കേണ്ടതായ തന്ത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് DK ശിവകുമാറുമായി YS ശർമിള കൂടിക്കാഴ്ച നടത്തിയത്. YS ശർമിള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രയിലെ കോൺഗ്രസിന്റെ ഒരു കാലത്തെ ശക്തമായ കോട്ടയായിരുന്ന കടപ്പയിൽ നിന്നും ജനവിധി തേടുകയാണ്. അതിനാൽ തന്നെ വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക PCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ആന്ധ്രയിൽ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് DK ശിവകുമാറുമായി കൂടിക്കാഴ്ച നടത്തി YS ശർമിള തന്ത്രങ്ങൾ മെനയുന്നത്. വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രയിൽ ശക്തമായ രീതിയിലുള്ള പോരാട്ടത്തിനൊരുങ്ങുകയാണ് YS ശർമിളയുടെ നേതൃത്വത്തിൽ ആന്ധ്രയിലെ കോൺഗ്രസ്. ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് സംസ്ഥാനത്തെ പ്രതിപക്ഷമായെങ്കിലും ഉയരാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് YS ശർമിളയും കോൺഗ്രസും. YS ശർമിള കോൺഗ്രസിന്റെ പാർട്ടി പ്രസിഡന്റായ ശേഷം ആന്ധ്രയിൽ നിരവധി ശക്തമായ മഹാറാലികളും സമ്മേളനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് YS ശർമിള. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് കർണാടക PCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറിനെ ആന്ധ്രയിലേക്ക് എത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ മെനയാനാണ് DK ശിവകുമാറിന്റെ ഔദ്യോഗിക വസതിയിലെത്തി PCC അധ്യക്ഷ YS ശർമിള കൂടിക്കാഴ്ച നടത്തിയത്.